ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള ഭാഗങ്ങൾ. വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റു യാതൊന്നിനെയുമോ ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, യാക്കോബിൻ്റെ ലേഖനത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ യാതൊന്നിനെയും ചൊല്ലി എന്ത് ചെയ്യരുത്? സത്യം ചെയ്യരുത്. നമ്മൾ ഒത്തിരി കാണാറുണ്ട് ചില വിഷയങ്ങളൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ ഒന്നുകൂടി നമ്മളെ വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ആ പറയുന്നൊരു സംഭവം വിശ്വസിക്കാൻ, അവരുടെ മനസ്സിന് സന്തോഷം വരാൻ, അവരെ തൃപ്തിപ്പെടുത്താൻ നമ്മളങ്ങ് സത്യം ഇടാറുണ്ട്. ചിലരൊക്കെ മക്കളെ കൊണ്ട്, ഭാര്യയെക്കൊണ്ട്, അപ്പനെ അമ്മയെക്കൊണ്ട് ഒക്കെ സത്യം ചെയ്യുന്നവരുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു, നിങ്ങൾ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉവ്വ എങ്കിൽ ഉവ്വ എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും പറഞ്ഞാൽ മതി. അങ്ങനെ ഇരിക്കട്ടെ. പേരെ, നമ്മൾ ആവശ്യമില്ലാതെ ചെയ്യുന്ന സത്യങ്ങൾ, ചിലരൊക്കെ ദൈവത്തെ കൊണ്ട് സത്യം ചെയ്യും. എന്താണോ കിട്ടുന്നത് അതിനെ കൊണ്ടങ്ങ് സത്യം ചെയ്യും. വചനം പറയുന്നു, നിങ്ങൾ ശിക്ഷാവിധിയിലകപ്പെടും. കാരണം നിങ്ങളുടെ വാക്ക് ഉവ്വെന്ന് മതി. ഒരു കാര്യം അങ്ങനെയെങ്കിൽ അങ്ങനെ. നമ്മൾ എന്തിനാണ് ഇടുന്നത്? എന്തിനാണ് സത്യം ചെയ്യുന്നത്? ഒന്നിനെ ചൊല്ലി അവരെ തൃപ്തിപ്പെടുത്താനാണ്. മനുഷ്യരെ തൃപ്തി കൊണ്ട് നമുക്ക് എന്താവശ്യം? ദൈവത്തിൻ്റെ മുഖം നോക്കി, ദൈവത്തെ അന്വേഷിച്ച്, ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് ക്രിസ്തുവിൽ സഞ്ചരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങളെ ഏൽപ്പിച്ചതിനകത്ത് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇടപെട്ടാൽ മതി. അപ്പോൾ പിന്നെ ഒരു സത്യത്തിൻ്റെ പ്രശ്നം അവിടെ വരുന്നില്ല. പലപ്പോഴും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ, സത്യം എന്നുള്ള വിഷയം മാത്രമല്ല പ്രിയരെ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ, അവർക്ക് സന്തോഷം വരണം, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആത്മീയതയെ ഉടച്ചു കളയുന്ന ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റും. സത്യം എന്ന വിഷയത്തിനകത്ത് മാത്രമല്ല, പല കാര്യങ്ങൾ. എന്നാൽ ദൈവജനം പറയുന്നു, നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉവ്വൊന്നും ഇല്ല ഇല്ലാന്ന് മതി. അത് അംഗീകരിക്കുന്നവർ അംഗീകരിച്ചാൽ മതിയതേ. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് മുതലൊരു തീരുമാനമെടുത്തിട്ട് ഞാൻ അങ്ങനെ ഇല്ല, എന്ന് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ വാക്കുകൾ പിന്നാൽ രുചിയുള്ളതും ദൈവത്തിന് ഇഷ്ടമുള്ളതുമായി ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും മാത്രം പറഞ്ഞ് ഭൂമിയിലല്ല ഉയരത്തിലാണ് വാസം, അവിടേക്കാണ് പോകേണ്ടത്, ആ ഭവനത്തിന് ഒരുങ്ങാൻ, അവിടേക്ക് പ്രവേശിക്കാൻ അയോഗ്യത വരുന്ന ഒന്നും ഞാൻ തൊടത്തില്ല, ഒന്നും ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.